ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി LGS മെയിൻസ് ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് അല്ലേ. കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരും. 20 മാർക്കിനൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ആരും ജോയിൻ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ PDF-ഉം നോട്ട്സും പോൾസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈവ് ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റ് വൈസ് ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈവ് ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ PDF-ഉം നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും ക്ലാസ് ഒന്നും മിസ് ചെയ്യാതെ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചൈനയിലെ ഹാങ്ഷോവിൽ 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? ഇതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഏഷ്യൻ ഗെയിംസ്, എത്രാമത് ഏഷ്യൻ ഗെയിംസാണ് നടന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസ്. എവിടെ വെച്ചാണ് നടന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്ചോവിൽ വെച്ചിട്ടാണ് നടന്നത്. ചൈനയിലെ ഹാങ്ചോവിൽ വെച്ചിട്ടാണ് നടന്നത്. എപ്പോഴാണ് നടന്നേ? 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ ചൈനയിലെ ഹാങ്ചോവിൽ വെച്ചിട്ടാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി എന്നാണ് ചോദിച്ചത്. 107 മെഡലുകളാണ് ഇന്ത്യ നേടിയത് കേട്ടോ. 107 മെഡലുകൾ. അതിൽ ഗോൾഡ് എത്ര? അത് നമ്മൾ പഠിച്ചിരിക്കണം. 28 സ്വർണമാണ് നേടിയത്. ഇന്ത്യ നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 28. 38 വെള്ളി മെഡലുകൾ നേടി. കൂടാതെ 41 വെങ്കല മെഡലുകളും നേടി. ഇന്ത്യ നേടിയ മെഡലുകൾ ടോട്ടലായിട്ട് 107. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. അപ്പോൾ ഇത്രയും മെഡലുകൾ നേടി ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് ആരായിരുന്നു? 1ാം സ്ഥാനത്ത് വന്നത് ആതിഥേയരായ രാജ്യമായിട്ടുള്ള ചൈന തന്നെയാണ് 1ാം സ്ഥാനം. ചൈനയ്ക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന നേടിയത് 383 മെഡലുകളാണ്. 383 മെഡലുകൾ നേടി. 201 സ്വർണമാണ് നേടിയത് കേട്ടോ. 200 സ്വർണമടക്കം 383 മെഡലുകൾ നേടിക്കൊണ്ട് ചൈനയാണ് 1ാം സ്ഥാനം. അതുപോലെ തന്നെ ജപ്പാനാണ് 2ാം സ്ഥാനം. സെക്കൻഡ് പൊസിഷനിലെത്തിയത് ആരാണ്? ജപ്പാനാണ്. ജപ്പാൻ നേടിയ മെഡലുകൾ എന്ന് പറയുന്നത് 188 മെഡലുകളാണ്. 52 സ്വർണം നേടി. 52 സ്വർണമടക്കം 188 മെഡലുകൾ നേടി ജപ്പാനാണ് 2ാം സ്ഥാനം. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയാണ് 3ാം സ്ഥാനം. 3ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? ദക്ഷിണ കൊറിയയാണ് 3ാം സ്ഥാനം. എത്ര മെഡലുകളാണ് നേടിയത്? 190 മെഡലുകളാണ് നേടിയത്. 42 സ്വർണമടക്കം. ഓക്കെ, 42 സ്വർണമടക്കം 190 മെഡലുകൾ നേടിയത് ദക്ഷിണ കൊറിയയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സമാപന ചടങ്ങിൽ മലയാളി താരം PR ശ്രീജേഷ് ആണ് പതാക ഏന്തിയത്. അത് പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കാം. സമാപന ചടങ്ങിൽ, ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? PR ശ്രീജേഷ് ആണ് കേട്ടോ. ഓക്കെ, സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് PR ശ്രീജേഷ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ എവിടെയാണ് അടുത്തിടെ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? എവിടെയാണ് ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? ജോഹന്നാസ്ബർഗിലെ ടോൾസ്റ്റോയി ഫാമിലാണ് ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ
സേവാഗ്രാം ആശ്രമത്തിൽ നിന്നുള്ള ശില്പി ജലന്ധർ നാഥ് രാജാറാം ചനോള നിർമ്മിച്ച പ്രതിമയാണ് കേട്ടോ. ഈ പ്രതിമ നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജലന്ധർ നാഥ് രാജാറാം. ജലന്ധർ നാഥ് രാജാറാം ചനോള നിർമ്മിച്ചിട്ടുള്ള പ്രതിമയാണ്. ഇതിന് 8 അടി ഉയരമുണ്ട്. എത്രയാണ് ഉയരം? 8 അടി ഉയരമുണ്ട്. 1910 ഗാന്ധിജിയാണ് കൃഷിയിലൂടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ടോൾസ്റ്റോയ് ഫാം നിർമ്മിച്ചത്. ടോൾസ്റ്റോയ് ഫാം നിർമ്മിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. 1910 കൃഷിയിലൂടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഫാം സ്ഥാപിച്ചത്. അപ്പോൾ ഈ ഒരു ഫാമിലാണ് ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ദുബായിൽ താമസിക്കുന്ന നമീറ സലീം എന്ന പാക് വനിത വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? നമീറ സലീം എന്ന പാക് വനിത എന്തിനാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ പാകിസ്ഥാനി വനിതയാണ് ആര്? നമീറ സലീം. 48 വയസ്സാണ് കേട്ടോ. ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ പാകിസ്ഥാനി വനിത എന്ന് പറയുന്ന ബഹുമതി ആർക്കാണ്? നമീറ സലീമാണ്. എവിടെയാണ് താമസിക്കുന്നത്? ദുബായിലാണ് താമസിക്കുന്നത്. അപ്പോൾ US വെർജിൻ ഗാലക്റ്റിക് സംഘത്തോടൊപ്പമാണ് ഇപ്പോൾ ഒക്ടോബർ 6, 2023 ഒക്ടോബർ 6 നമീറ ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചെത്തിയത്. ഭൂമിയുടെ 2 ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുകയും എവറസ്റ്റ് പർവ്വതത്തിന് മുകളിൽ പാരച്യൂട്ടിൽ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്? നമീറ സലീം. അപ്പോൾ ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ പാകിസ്ഥാനി വനിതയാണ് നമീറ സലീം എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ആരാണ്? 2022 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് PK രാമചന്ദ്രൻ നായരാണ്. PK രാമചന്ദ്രൻ നായർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പുരസ്കാരം? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളി ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്കാണ് ശാസ്ത്ര പുരസ്കാരം നൽകുന്നത്. ഈ ശാസ്ത്ര പുരസ്കാരം എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാളി ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്ക് നൽകുന്ന പുരസ്കാരമാണ് ശാസ്ത്ര പുരസ്കാരം 2022 ലഭിച്ചത് PK രാമചന്ദ്രൻ നായർ. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ കേരള മാതൃകയെ ലോക ശ്രദ്ധയിലെത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടി എന്താ? കേരളീയം. നമ്മളെല്ലാവരും ന്യൂസിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ? കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വികസനത്തിന്റെ കേരള മാതൃകയെ ലോക ശ്രദ്ധയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേരളീയം. എപ്പോഴാണ് നടന്നത്? നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് 40-ലധികം വേദികളിലായിട്ടാണ് നടന്നത്. നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് 40-ലധികം വേദികളിലായിട്ടാണ് ഈ ഒരു പരിപാടി നടന്നത് എന്നത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം. 2023 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? 2023 ചോദിച്ചിരിക്കുന്നത്. വയലാർ അവാർഡ് ജേതാവ് ആരാ? ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. സമ്മാനത്തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. അദ്ദേഹം എന്താണ്? ശ്രീകുമാരൻ തമ്പി എന്ന് പറയുമ്പോൾ ഗാനരചയിതാവാണ്, തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര നിർമ്മാതാവാണ്, സംവിധായകനാണ് അല്ലേ? അങ്ങനെ എല്ലാ നിലകളിലും പ്രശസ്തനായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം 1000-ലേറെ സിനിമകൾക്ക് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. 85 തിരക്കഥകളിലേറെ രചിച്ചിട്ടുമുണ്ട്. ഇനി പ്രഥമ വയലാർ അവാർഡ്, ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ്. ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത് കേട്ടോ. അത് 1977 ഏത് നോവലിനാണ്? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്ക് 1977 ആദ്യമായിട്ട് വയലാർ അവാർഡ് ആർക്ക് ലഭിക്കുന്നത്? ലളിതാംബിക അന്തർജനത്തിന് ലഭിക്കുന്നത്. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആർക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് വയലാർ അവാർഡ്? എസ് ഹരീഷിനാണ് കേട്ടോ. എസ് ഹരീഷിനായിരുന്നു മീശ എന്ന് പറയുന്ന നോവലിന്. എസ് ഹരീഷിന്റെ മീശ എന്ന് പറയുന്ന നോവലിനായിരുന്നു 2022 വയലാർ അവാർഡ്.
അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെയാണ് കേട്ടോ, അപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാ? ഡൽഹിയിലാണ്, ഡൽഹി. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സഹകരണത്തോടു കൂടി ഡൽഹി, ഹരിയാന, UP എന്നിവിടങ്ങളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എവിടേക്കാണ്? ഡൽഹി, ഡൽഹി, ഹരിയാന, അതുപോലെ UP എന്നിവിടങ്ങളിൽ 15 ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തിയത്. ഹൈഡ്രജൻ ഇന്ധനമായുള്ള വാഹനങ്ങൾ നിലവിലുണ്ടെങ്കിലും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള ബസ് സർവീസ് രാജ്യത്ത് ആദ്യമായിട്ടാണ് സർവീസ് നടത്തുന്നത്, ആദ്യമായിട്ടാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹിയിലാണ് കേട്ടോ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഭാവിയുടെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, 2023 സെപ്റ്റംബർ 24 അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ KG ജോർജ് സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ. KG ജോർജിന്റെ ആദ്യത്തെ സിനിമ ഏതാണ്? സ്വപ്നാടനമാണ്. 1975 സ്വപ്നാടനം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ചിത്രമായിട്ടുള്ള ഉൾക്കടൽ, അതുപോലെ മേള, പിന്നെ കോലങ്ങൾ, യവനിക, ആദാമിൻ്റെ വാരിയെല്ല് തുടങ്ങിയവയാണ് മറ്റ് സിനിമകൾ കേട്ടോ. അപ്പോൾ KG ജോർജിന്റെ സിനിമകളാണ് ഉൾക്കടൽ, മേള, കോലങ്ങൾ, യവനിക, ആദാമിൻ്റെ വാരിയെല്ല്, സ്വപ്നാടനം എന്നിവയെല്ലാം. ഇനി വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥയെ ആധാരമാക്കിയിട്ടുള്ള സിനിമയാണ് പഞ്ചവടിപ്പാലം. KG ജോർജിന്റെ സിനിമയാണ് പഞ്ചവടിപ്പാലം. ഈ പഞ്ചവടിപ്പാലം എന്ന് പറയുന്നത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന് പറയുന്ന കഥയെ ആധാരമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും, ഇതാണ് KG ജോർജിന്റെ ആത്മകഥ. KG ജോർജിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും എന്നുള്ളതാണ് കേട്ടോ. ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും എന്ന് പറയുന്നതാണ് എന്ത്? KG ജോർജിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം 2016 JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2016 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? വയോസേവന പുരസ്കാരം ലഭിച്ചത് 1 മധുവിനാണ്, ചലച്ചിത്ര നടൻ മധു. 2 ചെറുവയൽ രാമനാണ് ലഭിച്ചത്. വയനാട്ടിലെ നെൽകർഷകനായിട്ടുള്ള ചെറുവയൽ രാമനാണ് ലഭിച്ചത്. അപ്പോൾ ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. സംസ്ഥാന സർക്കാരിന്റെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരമാണ് ചലച്ചിത്ര നടൻ മധുവിനും വയനാട്ടിലെ നെൽകർഷകനായ ചെറുവയൽ രാമനും കൂടെ ലഭിച്ചത്. അടുത്തത്, ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പദവി സ്വന്തമാക്കിയ രാജ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പദവി സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ 53 വർഷമായിട്ട് ഈ ഒരു പദവി ആർക്കായിരുന്നു? ഹോങ്കോങ്ങിനായിരുന്നു. അപ്പോൾ ഹോങ്കോങ്ങിന്റെ ഈ ഒരു പദവി പിന്തള്ളിക്കൊണ്ടാണ് സിംഗപ്പൂർ ഇത്തവണ വിജയിച്ചത്. കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടിലാണ് ഈ ഒരു കണ്ടെത്തൽ കേട്ടോ. അപ്പോൾ ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പദവി ആർക്കാണ്? സിംഗപ്പൂരിനാണ് സ്വന്തമായിട്ടുള്ളത്. മുൻപ് ഹോങ്കോങ്ങിനായിരുന്നു. 2024 മികച്ച വിദേശ സിനിമയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാ? 2018 ആണ് കേട്ടോ. 2018. അപ്പോൾ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിയോഗിച്ച 16 അംഗ ജൂറിയാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് 2018 എവരി വൺ ഈസ് എ ഹീറോ എന്ന മലയാള സിനിമ തിരഞ്ഞെടുത്തത്. അപ്പോൾ 2018 സംവിധായകൻ ആരാണ്? ജൂഡ് ആന്റണി ആണ് കേട്ടോ. ജൂഡ് ആന്റണി ആണ് ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് 1997 ഇതുപോലെ ഓസ്കാറിൽ എൻട്രിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓസ്കാർ എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമകളാണ് ഗുരു 1997, അതുപോലെ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമ 2011 ഇതുപോലെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഓസ്കാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്.
പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജല്ലിക്കെട്ടാണ്. ജല്ലിക്കെട്ട് 2020 തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഔദ്യോഗിക എൻട്രി? മുൻപ് ഓസ്കാർ എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമകൾ: 1 ഗുരു, 2 ആദാമിൻ്റെ മകൻ അബു, 3 ജല്ലിക്കെട്ട്, 4 ഇപ്പോൾ ഏതാണ് നാലാമത്തേതായിട്ട് 2018 ജൂഡ് ആൻ്റണിയുടെ 2018 എന്നത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, 2023 സെപ്റ്റംബർ 28 അന്തരിച്ച വിഖ്യാത കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. 2023 സെപ്റ്റംബർ 28 അന്തരിച്ച വിഖ്യാത കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 98 വയസ്സായിരുന്നു കേട്ടോ, ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പോൾ നമുക്കറിയാം ഡോക്ടർ MS സ്വാമിനാഥൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലേ? അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. അദ്ദേഹം ജനിച്ചത് 1925 ഓഗസ്റ്റ് 7 കേട്ടോ. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാട് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ തറവാട്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് മുഴുവൻ പേര്. MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ് മുഴുവൻ പേര്. നോർമൻ ബോർലോഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യക്ക് അനുയോജ്യമായിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള അരി, ഗോതമ്പ് വിത്തിനങ്ങൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ സ്വാമിനാഥൻ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്ന 1966-72 കാലത്താണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തത്? ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഡോക്ടർ സ്വാമിനാഥൻ ആ സമയത്ത് എന്തായിരുന്നു? ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്നു. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്ന സമയത്താണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. ഇനി 1971 ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. MS സ്വാമിനാഥൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് 1971 ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എന്നത് ഓർത്തിരിക്കുക. ഇനി 1000-ഓളം ഗവേഷണ പ്രബന്ധങ്ങളും 18 പുസ്തകങ്ങളോളം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2007 മുതൽ 2013 വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു കേട്ടോ. 2007 മുതൽ 2013 വരെ രാജ്യസഭാ അംഗമായിരുന്നു. അദ്ദേഹത്തിന് 1971 മഗ്സാസെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1971. അതുപോലെ തന്നെ 1987 വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. വേൾഡ് ഫുഡ് പ്രൈസ് 1987 ലഭിച്ചിട്ടുണ്ട്. 1989 എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ചു. 1989 പത്മവിഭൂഷൺ ലഭിച്ചു. ഈ ബഹുമതികളെല്ലാം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MS സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യം, ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് 2023 ആരാണ് കിരീടം നേടിയത്? ഇന്ത്യയാണ് കിരീടം നേടിയത്. അപ്പോൾ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ആരെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്? ശ്രീലങ്കയാണ് തോൽപ്പിച്ചത്. ഫൈനൽ നടന്നത് എവിടെയാണ്? ഏത് സ്റ്റേഡിയത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളംബോയാണ് കേട്ടോ. കൊളംബോ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഒന്നാമത് എത്തിയത്. 5 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടുന്നത്. 5 വർഷത്തിന് ശേഷമാണ് കിരീടം നേടുന്നത്. അപ്പോൾ അവസാനമായിട്ട് ലഭിച്ചത് 2018 ഏഷ്യ കപ്പിലായിരുന്നു ഇന്ത്യ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ 1984 UAE നടന്ന ആദ്യത്തെ ഏഷ്യ കപ്പിൽ വിജയം നേടിയ ഇന്ത്യയുടെ 8ാമത്തെ കിരീടമാണ് ഇത്. അപ്പോൾ 8ാമത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ 8ാമത്തെ കിരീടമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും ശില്പികൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും വിപണി കണ്ടെത്തുന്നതിനുമായി രൂപം കൊടുത്ത കേന്ദ്ര പദ്ധതി ഏതാണ്? കേന്ദ്ര പദ്ധതി? PM വിശ്വകർമ്മ യോജനയാണ്. PM വിശ്വകർമ്മ യോജന. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 2023 സെപ്റ്റംബർ 19 മുതൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ്.
പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയിട്ടുള്ള പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഴയതിന്റെ പേര് സംവിധാൻ സദൻ എന്നാണ് കേട്ടോ. സംവിധാൻ സദൻ, ഭരണഘടനാ മന്ദിരം. ഓക്കെ, സംവിധാൻ സദൻ എന്ന പേരിലാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ പഴയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് എപ്പോഴായിരുന്നു? 1921 ഫെബ്രുവരി 12 തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നത്. 6 വർഷം കൊണ്ട് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി. നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 83 ലക്ഷം രൂപയായിരുന്നു. ആരൊക്കെ തമ്മിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്? ആദ്യത്തെ പാർലമെന്റ് എഡ്വിൻ ല്യൂട്ടിൻസ്, അതുപോലെ തന്നെ ഹെർബർട്ട് ബേക്കർ, എഡ്വിൻ ലൂട്ടിൻസ് എന്നിവർ ചേർന്നിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന പഴയത് നമ്മൾ പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരം എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? 2023 മെയ് 28 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലോക്സഭാ ഹാളിൽ 888, അതുപോലെ രാജ്യസഭാ ഹാളിൽ 384 എന്നിങ്ങനെയാണ് ഇരിപ്പിടങ്ങളുള്ളത് കേട്ടോ. ലോക്സഭയിൽ 888, രാജ്യസഭയിൽ 384 സീറ്റുകളുമാണ് ഉള്ളത്. ബിമൽ പട്ടേലാണ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ആരാണ്? ബിമൽ പട്ടേൽ. പുതിയ മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേലാണ്. ചെലവ് ഏകദേശം 836 കോടി രൂപ വന്നിട്ടുണ്ട് കേട്ടോ. 836 കോടി രൂപയാണ് ചെലവായിട്ട് വന്നിട്ടുള്ളത്. 64,500 ചതുരശ്ര മീറ്റർ എന്തുണ്ട്? വിസ്തീർണവും ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ രൂപകൽപ്പന ചെയ്ത വ്യക്തിയെയും അതുപോലെ എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ സ്വാതി നായക് ആണ് കേട്ടോ. ഡോക്ടർ സ്വാതി നായക്. അടുത്തത് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി അടുത്തിടെ തിരിച്ചെത്തിയ UAE ബഹിരാകാശ യാത്രികൻ ആരാണ്? ഡോക്ടർ സുൽത്താൻ അൽ നെയാദിയാണ് കേട്ടോ. ഡോക്ടർ സുൽത്താൻ അൽ നെയാദിയാണ് 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി അടുത്തിടെ തിരിച്ചെത്തിയിട്ടുള്ള UAE ബഹിരാകാശ യാത്രികൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2020 സെപ്റ്റംബറിലെ വിജ്ഞാപന പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് അല്ലേ. 2023 സെപ്റ്റംബറിലെ വിജ്ഞാപന പ്രകാരം കേരളത്തിലെ വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ഏത് വില്ലേജ്? കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഭൂമി ഇടുക്കിയുടെ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടുകൂടിയാണ് ഇടുക്കി വലിയ ജില്ലയായിട്ട് മാറിയത് കേട്ടോ. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗം ഏതുമായിട്ട് കൂട്ടിച്ചേർത്തു? ഇടമലക്കുടി വില്ലേജിലേക്ക് ഇടുക്കിയിലെ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോട് കൂടിയിട്ടാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പാലക്കാടിന് അപ്പോൾ എത്ര സ്ഥാനമായി? 2ാം സ്ഥാനത്തേക്ക് പാലക്കാട് പോയിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളെ അവിടെ ഓർക്കാനുള്ളൂ. അടുത്തത്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ഡോക്ടർ A.T. ബിജു ആണ് കേട്ടോ. A.T. ബിജു ആണ് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം നേടിയ മലയാളി. ഡോക്ടർ A.T. ബിജു. അപ്പോൾ അവിടെ 12ഓളം യുവശാസ്ത്രജ്ഞനാണ് പുരസ്കാരം നേടിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അടുത്തത്, ആസിയാൻ രാജ്യങ്ങളുടെ 43ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആസിയാൻ രാജ്യങ്ങളുടെ 43ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ജക്കാർത്തയിലാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് നടന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2023 നൊബേൽ പുരസ്കാര ചടങ്ങിലേക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കുള്ള ക്ഷണമാണ് നൊബേൽ ഫൗണ്ടേഷൻ പിൻവലിച്ചത്? നൊബേൽ ഫൗണ്ടേഷൻ പിൻവലിച്ചത് ഏതൊക്കെ രാജ്യങ്ങൾക്കുള്ള ക്ഷണമാണ്? റഷ്യ, ബലാറസ്, ഇറാൻ. അപ്പോൾ നമുക്കറിയാം യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ എന്ന് പറയുന്നത്. ബലാറസ് എന്നിവയ്ക്ക് വിലക്ക്, ഭരണകൂടം നടത്തി വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ അല്ലേ, ഇതെല്ലാം ഇറാൻ വിലക്ക് നേരിടാനായിട്ട് കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2023 നൊബേൽ പുരസ്കാര ചടങ്ങിലേക്ക് ഏതൊക്കെ രാജ്യങ്ങളെയാണ് നൊബേൽ ഫൗണ്ടേഷൻ പിൻവലിച്ചത്? റഷ്യ, ബലാറസ്, ഇറാൻ എന്നിവയാണ് കേട്ടോ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ്? ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം എന്ന് പറയുന്നത് കുളത്തൂപ്പുഴയിലാണ്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 9.8 കോടി രൂപ ചെലവിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള മ്യൂസിയമാണ്.
അപ്പോൾ ഇവിടെ ഈ മ്യൂസിയത്തിൽ IR/VR സാങ്കേതിക വിദ്യയിൽ വെർച്വൽ മൃഗശാലയും ഒരുക്കിയിട്ടുണ്ട്. IR/VR ടെക്നിക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വെർച്വൽ മൃഗശാലയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ എവിടെയാണ് ആരംഭിച്ചത്? കേരളത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ കേട്ടോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ എവിടെയാണ് ആരംഭിച്ചത്? എവിടെയാണ്? ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരം. ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നത് എവിടെയാണ്? ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം എവിടെയാണ്? കുലശേഖരപട്ടണം, തൂത്തുക്കുടി. കുലശേഖരപട്ടണം, തൂത്തുക്കുടി. അപ്പോൾ നമുക്കറിയാം ചെറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണമാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ബഹിരാകാശ തുറമുഖത്തിന്റെ ഉദ്ദേശം. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അപ്പോൾ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 23 അപ്പോൾ ആ ഒരു ദിവസം എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ ബഹിരാകാശ ദിനമായിട്ട്, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ചന്ദ്രയാൻ 3യുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയിട്ടുള്ള സ്ഥലത്തെയാണ് ശിവശക്തി പോയിന്റ് എന്ന് വിളിക്കുന്നത്. ലാൻഡർ ആണ് ഇറങ്ങുന്നതെങ്കിൽ ആ സ്ഥലമാണ് ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. ഇനി 2019 ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തിരങ്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരങ്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ 2008 ചന്ദ്രയാൻ 1 അതിൻ്റെ ഭാഗമായിട്ട് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് പതിച്ച സ്ഥലം എന്ന് പറയുന്നത് ജവഹർ പോയിന്റ് ആണ് കേട്ടോ. ജവഹർ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 ആണെങ്കിൽ അതിൻ്റെ പേര് ശിവശക്തി പോയിന്റ്, ചന്ദ്രയാൻ 2 ആണെങ്കിൽ തിരങ്ക, ചന്ദ്രയാൻ 1 ആണെങ്കിൽ ജവഹർ പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വിക്ഷേപണം? കാലത്ത് 11:50 കൂടിയിട്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് PSLV, ഇതിൻ്റെ വാഹനം പഠിച്ചിരിക്കുക, PSLV C-57 റോക്കറ്റിലായിരുന്നു കേട്ടോ. PSLV C-57 റോക്കറ്റിലായിരുന്നു ആദിത്യ L1ൻ്റെ വിക്ഷേപണം എന്ന് പറയുന്നത്. സൂര്യൻ്റെ പുറംഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗര കൊടുങ്കാറ്റിൻ്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. ആദിത്യ L1ലെ ലക്ഷ്യം എന്തായിരുന്നു? സൂര്യൻ്റെ പുറംഭാഗത്തെ താപവ്യതിയാനവും സൗര കൊടുങ്കാറ്റിൻ്റെ ഫലങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്